ഇര പിടിച്ച് പകൽ സ്വസ്ഥമായി ജീവിക്കുന്ന മൃഗം അവിടെയുണ്ട്. അതേപോലെ ഒത്തിരി ഓർക്കിഡുകളുണ്ട്, വിഭിന്ന ഇനം മരങ്ങളുണ്ട്. ആ മരങ്ങൾ തന്നെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ കുറുതായിട്ട് അവിടെ വളരുന്ന പ്രകൃതമല്ല വള. എന്തുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്ടല്ലോ. കുറുവയിൽ ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും വരും. ഇപ്പം സംഭവിക്കുന്നറിയോ, കുറുവയിൽ ഒരു പ്രാവശ്യം വന്നാൽ രണ്ടാമത് അവിടേക്ക് ആരും പോകാറില്ല. ഒരുപാട് മുമ്പ് വന്നിട്ട് കുറുവയിൽ വന്നു പോയി, പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. അതിലിടക്ക് എത്രയോ പ്രാവശ്യം വയനാട് പക്ഷെ ഇതല്ല അതിന് നമുക്ക് വളരെയധികം വളരെ ഇൻട്രസ്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമില്ല. പക്ഷെ എല്ലാവർക്കും താല്പര്യം കേൾക്കാൻ ബാധിച്ചതാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അക്കരെ എത്തുമ്പോൾ അവർക്ക് ഇല്ല. ഞാൻ പറയുന്നത് ടൂറിസം നല്ലതാണ്, പക്ഷെ നല്ല ടൂറിസം ആയിരിക്കണം. നല്ല ടൂറിസവും അതിന്റെ ബാക്ക് വരുന്ന വേറൊരു വശം, അതായത് നിങ്ങൾ പറഞ്ഞെന്ന് സാമ്പത്തിക ലാഭം മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വേറെ കുഴപ്പമില്ലാവും. അതെ സാമ്പത്തികം വേണം. ആ സാമ്പത്തികത്തിനോടൊപ്പം തന്നെ സംസ്കാരങ്ങളുണ്ട്. നമ്മുടെ പൈതൃക തിരൂരിൻ്റെതായ ഒത്തിരി സംസ്കാരങ്ങളുണ്ട്. അത് പറഞ്ഞു കൊടുക്കുന്ന പകരം വയനാടിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രൊജക്ട് ചെയ്താൽ നടക്കില്ല. തിരൂരാണ്, വയനാടിന്റെ കൾച്ചർ. ഓരോന്നിനും ഓരോ കൾച്ചർ.